കാസർഗോഡ് പൂച്ചക്കാട്ടെ വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. മന്ത്രവാദിനിയും ഭർത്താവും ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് 596 പവൻ സ്വർണം ഇവർ ഗഫൂറിൽ നിന്ന് തട്ടിയെടുത്തിരുന്നു. ഇത് തിരിച്ചു നൽകാതിരിക്കാനായിരുന്നു കൊലപാതകം. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മന്ത്രവാദിനി എന്ന് അവകാശപ്പെടുന്ന ഷമീമ, ഭർത്താവ് ഉബൈദ്, സഹായികളായ അസ്നീഫ, ആയിഷ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗഫൂറിൽ നിന്ന് കാണാതായ 596 പവൻ സ്വർണം എവിടെയെത്തിയെന്ന അന്വേഷണമാണ് പ്രതികളിലെത്തിയത്. പ്രതികളുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച സംശയത്തിന് കാരണമായി. ആഭിചാരക്രിയ നടത്തുന്ന സംഘമാണ് മരണത്തിനു പിന്നിലെന്ന് ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും തുടക്കം മുതൽ പോലീസിന് പരാതി നൽകിയിരുന്നു. 2023 ഏപ്രിൽ 27-ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. മരിച്ച ഗഫൂർ ഹാജിയിൽ നിന്നും സ്വർണവും പണവും വാങ്ങിയതിന്റെ രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 14-ന് പുലർച്ചെയാണ് കിടപ്പുമുറിയിൽ ഗഫൂർ ഹാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമാണെന്ന് കരുതി ഖബറടക്കി. മരണത്തിനു പിന്നാലെ 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതായി കണ്ടെത്തി. മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് 596 പവൻ സ്വർണം ഇവർ ഗഫൂറിൽ നിന്ന് വാങ്ങിയത്. ഇത് തിരിച്ചു നൽകാതിരിക്കാനായിരുന്നു കൊലപാതകം. 12 ബന്ധുക്കളിൽ നിന്നാണ് 596 പവൻ സ്വർണം ഗഫൂർ ഹാജി വാങ്ങിയത്. ഹണി ട്രാപ്പിൽപ്പെടുത്തി സ്വർണവും പണവും തട്ടിയ മറ്റൊരു കേസിലും ഷമീമയും ഭർത്താവും പ്രതികളാണ്. മീഡിയ 1 കാസർഗോഡ്.